Please do not smoke in the terminal. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള സിറ്റി ഹോട്ടൽ ഉടമ അജ്ഞാതന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ. എയർപോർട്ടിനകത്തും പുറത്തും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി സിറ്റി വിട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ഉടൻ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ്. എയർപോർട്ടിനകത്തും പുറത്തും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി സിറ്റി വിട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ്. ഉടൻ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ്. ഒരു ഓട്ടം പോണമായിരുന്നു. വാമനപുരം പോണം. സാറ് കയറിക്കോ. സാറിന്റെ വീട് പ്രോപ്പർ വാമനപുരം തന്നെയല്ലേ? അല്ല, വാമനപുരത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോണം. ആ സുജയ്, നീ ആ മരുന്നിന്റെ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തേ. ഞാനിപ്പോ ഒരു ഓട്ടത്തിലാണ്. ഞാൻ വരുമ്പോ വാങ്ങിട്ട് വരാം. എന്താ മോൻ കരയുന്നേ? എന്താ കണ്ണാ? ഇത്രേ ഉള്ളോ? അച്ഛൻ വരുമ്പോ വാങ്ങിട്ട് വരാട്ടോ. ഓ, ക്രിക്കറ്റ് ബോൾ കൊണ്ടുവരാ. അപ്പൊ ഒന്ന് ഫോൺ വെച്ചേ, അച്ഛൻ വണ്ടി ഓടിക്കാം. സാറേ, പോണ വഴിക്കേ എനിക്ക് മോക്ക് കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. സാറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ? മരുന്ന് വാങ്ങിച്ചോളൂ, അതിനെന്താ? കുട്ടികൾ രണ്ടുപേരാണ് അല്ലേ? അതെ സാറേ, 2 കുട്ടികളാ. ഇളയവൻ എന്തെങ്കിലും ആഗ്രഹിച്ചാലേ അവൻ അപ്പ കിട്ടണം. മക്കൾ ആവശ്യപ്പെടുന്നത് വാങ്ങിച്ചോളൂ. കൂട്ടത്തില് അതിന്റെ ബുദ്ധിമുട്ടും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ശരിയാ സാറേ. സാറേ, ഒരു മിനിറ്റ്. ആ, ഈ മരുന്ന് നിർത്തേ. ഒരു സെക്കൻഡ്, ഇതാ പറഞ്ഞു. സാറേ, കാശ് വല്ല ഇരിപ്പുണ്ടോ? ഒരു 200 തരാൻ. അയ്യോ, ഇന്ത്യൻ മണിയില്ല, ദറംസേ ഉള്ളൂ. ആണോ? കുഴപ്പമില്ല സാർ. അല്ലെങ്കിൽ ഇത് മാത്രം മതി. സാറേ, കുറച്ച് അപ്പുറത്തൊരു ചായക്കട ഉണ്ട്, അവിടെ ഞാൻ നിർത്താം. ഒരു ചായ കുടിച്ചാൽ സാറിന്റെ ക്ഷീണം എല്ലാം അങ്ങ് പോകും. സാർ UAE എവിടെ? ഞാൻ ഷാർജയില. ഞാനൊക്കെ കുറച്ചുകാലം ഗൾഫിലുണ്ടായിരുന്നു, ബഹ്റിനില്. നാട്ടിൽ സെറ്റിലായിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇതാ ചായ. ചേട്ടാ, ഇതൊന്ന് ഇപ്പെടുക്കണ്ടേ? അജ്ഞാതന്റെ വെടിയേറ്റ് സിറ്റി ഹോട്ടൽ ഉടമയ്ക്ക് ദാരുണാന്ത്യം. അല്പം മുൻപാണ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചത്. ക്യാമറമാൻ അശോക് സാരംഗിയോടൊപ്പം ജാബിർ കരോന്തല. ചേട്ടാ, സംഭവം സിറ്റി ഹോട്ടലിലെ വെടിവെപ്പില് ആള് മരിച്ചു. അതൊക്കെ നെറ്റ് സംഭവമല്ലേ? എത്രയായി?
ഗൂഗിൾ പേ ഉണ്ടോ? ഇവിടെ ചായക്കടയിൽ ഗൂഗിൾ പേ, മെഡിക്കൽ ഷോപ്പിൽ ദിർഹം. ഒരു പൂട്ടേ ഇല്ലേ വന്നത്? സാറേ, വാമനപുരം എത്താറായി. ജംഗ്ഷനിലല്ലേ? കുറച്ച് മുന്നോട്ട് പോയാൽ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, അതിലേ പോകണം. ഇനിയും മുന്നോട്ടോ? എന്തോ പന്തികേട് മണക്കുന്നു. സാറേ, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ പോകേണ്ടി വരും. ഇവനെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങടേ, ഇങ്ങോട്ട് ഇറങ്ങടേ, ഇങ്ങോട്ട്. ആഹാ, അവന്റെ അമ്മയുടെ ഗൂഗിൾ പേ. വണ്ടി കൊറേ ഓടിയല്ലേ? ഒന്നും പറയണ്ട, എന്റെ ആട്ടോ ജീവിതത്തിന്റെ ഇടയിൽ ഇത് ആദ്യത്തെ സംഭവം. ഒന്നും മനഃപൂർവ്വമല്ല സുഹൃത്തേ. അവൻ പണിയില്ലാതെ കുറച്ചു നാളായി അവിടെ ഗൾഫില്. കയറി വരാൻ പറഞ്ഞതാ. ടിക്കറ്റ് എടുക്കാൻ കാശ് വേണ്ടേ? അയച്ചു കൊടുക്കാനാണെങ്കിൽ ഇവിടെയും ഇല്ല. എയർപോർട്ടിൽ ഇറങ്ങിയാല് നിങ്ങൾ ഓട്ടക്കാരാവുമ്പോ വല്ല ചായയോ വെള്ളമോ ഒക്കെ കുടിച്ചു വരാമെന്ന് കരുതി കാണും. വഴിയിൽ വലിച്ചിറക്കിട്ട് പോകാൻ നോക്കിയതാ, അപ്പൊ ഉണ്ട് തോക്കെടുത്ത് കാണിക്കുന്നു. കുട്ടിയേക്ക് വാങ്ങിയ കളിത്തോക്കാണോ അത്? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എല്ലാവർക്കും. അതിന് ഞാൻ എന്ത് തെറ്റ്? മിണ്ടല്ലേ, എല്ലാം നീയാണ് വരുത്തി വെച്ചത്. നിന്റെ ഒരു ധൂർത്തും കോപ്പും കഴിഞ്ഞില്ലേ? എല്ലാം ഉണ്ടായിരുന്ന പുരയിടം വിറ്റി തൊലച്ച് തൃപ്തിയായല്ലോ എല്ലാവർക്കും. പ്രകാശ, ആ മോളെ എടുത്തേ. അച്ഛൻ വിളിക്കുന്നു. മോള് വാ, മോള് വാ. മോക്ക് അച്ഛൻ തോക്ക് കൊണ്ടുവന്നല്ലേ? മോക്ക് അപ്പൂപ്പൻ ഒരു കളിപ്പാട്ടം വാങ്ങിത്തരാം കേട്ടോ. പ്രകാശ, ഇതേ ആട്ടോയില് ഇത് കൊണ്ടുപോയി പണയം വെച്ച് ഇയാൾക്ക് കാശ് കൊടുക്കണം. ആരെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലടോ. അയാൾക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാ. ചെല്ലേ. ഇത് ഈ ഒരു പ്രകാശന്റെ മാത്രം കഥയല്ല. അങ്ങ് മരുഭൂമിയിൽ എരിവെയിലിൽ സ്വയം കത്തിയെരിഞ്ഞ് നമ്മുടെ നാടിനും വീടിനും വേണ്ടി പ്രകാശിക്കുന്ന അനേകം പ്രകാശന്മാരുടെ കഥ കൂടിയാണ്. പ്രവാസിയെന്നും